ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ പലരും വ്യത്യസ്തമായ രീതിയിലായിട്ടായിരിക്കും കറി വയ്ക്കുന്നത്. ഇപ്പം നമുക്ക് ഒരേ തരം ഫിഷ് ഉപയോഗിച്ചിട്ട് തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കും കറി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഞാനിന്നിവിടെ തേങ്ങ വറുത്തരച്ചിട്ട് കുടംപുളി ചേർത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കാറ്റ് ഫിഷ് അഥവാ ഏട്ട മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1.5 കിലോൻ്റെ ഒരു കാറ്റ് ഫിഷാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫിഷ് നന്നായി കഴുകി സൈഡ് ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് ഉള്ളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫിഷ് ഇവിടെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഞാനിവിടെ നെടുകെ കീറിയിട്ട് പിന്നെയും അതൊന്ന് ചെറുതാക്കി എടുക്കുകയാണ്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ കുറച്ച് ചെറുതാക്കി എടുക്കുന്നതാണ് കുറച്ച് ഉപ്പും എരിവൊക്കെ പിടിക്കാൻ നല്ലത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കൂടി ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നന്നായി മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി വേണം. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, കറിവേപ്പില, 2 തക്കാളി, കുടംപുളി 4-5 പീസ്, പിന്നെ 5-6 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 3 അല്ലി, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ കുറച്ച് ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ തേങ്ങ വറുത്തതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളൊരു അരമുറി തേങ്ങ ചിരകിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിവിടെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു മൺകലം സ്റ്റവിൽ വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ഈ ചെറുതായി അരിഞ്ഞ ഉള്ളി, പിന്നെ പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി അരിയണം, തക്കാളി ഒന്ന് ചെറുതായിട്ട് മുറിക്കണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചി ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമുക്ക് ഇവിടെ നാളികേരം അടിക്കുന്ന സമയത്ത് ഇഞ്ചി നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ ഈ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് 1 ടീസ്പൂൺ നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ള, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുടംപുളി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് കരിയാണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു മിക്സിയിൽ നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന നാളികേരവും പിന്നെ ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 നുള്ളു ഉലുവയും കൂടി ചേർത്തിട്ട് ഇവിടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ അധികം ചേർക്കണ്ട, ഉലുവ അധികം ചേർത്താൽ ഈ കറിക്ക് കയ്പ്പുണ്ടാവും. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങയ്ക്ക് 750 ml വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 750 ml വെള്ളത്തിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നന്നായിട്ട് വഴറ്റി വെച്ചേക്കുന്ന ഈ മസാലയും തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വെച്ചേക്കുന്ന ഈ കൂട്ടിലേക്ക് നമ്മൾ ഈ അരച്ച മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് പറക്കിയിടണം, ഒരുമിച്ചിടണ്ട, അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഒന്നൊന്നായിട്ട് പറക്കിയിടുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 10-15 മിനിറ്റിന് ശേഷം ഇവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറി റെഡി ആയതിനു ശേഷം നമ്മൾക്ക് പിന്നീട് ഓയിലിൽ ചെറിയ ഉള്ളി വഴറ്റി നമ്മൾ ഇതിൽ ഫൈനലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ ചെറിയ ഉള്ളി കൊടുത്തത് കൊണ്ട് നമുക്ക് പിന്നീട് അവസാനം ഇതിൽ ചെറിയ ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.